ഞാൻ 9 ഇട്ടു. ഞാനും വെച്ചു. എടാ നീ അറിഞ്ഞോടാ നമ്മുടെ സിനിമയുടെ മമ്മൂട്ടിയെ അമേരിക്കയെ പിടിച്ചു വെച്ചത്. എടാ അങ്ങേര് സൂപ്പർ സ്റ്റാറാ. അങ്ങേരെ പിടിച്ചു വെക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അങ്ങേര് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ കേരളത്തിലല്ലേ, അമേരിക്കയിലെ സായിപ്പന്മാർക്കറിയോ ഇങ്ങേര് സൂപ്പർ സ്റ്റാറാണ്. ഇതാ പറഞ്ഞ നിനക്ക് തീരെ വിവരമില്ലെന്ന്. എടാ അദ്ദേഹം അഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമ അങ്ങോട്ട് ഇട്ട് കാണിച്ചു കൊടുത്താ പോരെ? ഏറ്റവും വലിയ പ്രശ്നമായി. എന്നാ പ്രശ്നം? അങ്ങേരെ ഇങ്ങോട്ട് ഊരിക്കൊണ്ട് പോകുന്ന സമയത്താണ് മമ്മൂട്ടി അഭിനയിച്ച വേറൊരു പടം ഉണ്ടല്ലോ, ഏത്? സൂര്യമാനസം. അതങ്ങ് കാണിച്ചു. അതിനെന്താ കുഴപ്പം? അതിനകത്തല്ല മമ്മൂട്ടി ഷേപ്പ് ഇങ്ങനെ പറഞ്ഞിരിക്കും. അപ്പൊ തന്നെ വീണ്ടും പിടിച്ചകത്തേക്ക്. അത് ശരി. സിനിമയിലെ മമ്മൂട്ടി ഒറിജിനൽ മമ്മൂട്ടി സായിപ്പ്മാർക്ക് നീ അറിഞ്ഞോ നമ്മുടെ കപ്പരാജപ്പനില്ലേ സിനിമ പിടിക്കാൻ പോണു. പിന്നെ പോടാ അവിടെ നിന്ന്. അവൻ ചാള പിടിക്കാൻ പോയിട്ട് കിട്ടിയില്ല, പിന്നെയാണ് സിനിമ പിടിക്കാൻ പോണത്. കേട്ടതൊക്കെ നേര് തന്നെ. പടത്തിന് പേരും കണ്ടുപിടിച്ചു. പേരും കണ്ടുപിടിച്ചോ? എന്നാ പേര്? പേരറിയാൻ പാടില്ല. ഒരമ്മയും 2 മക്കളും. 2 മക്കളും 3 പെണ്ണുങ്ങളും 1 മുത്തശ്ശിയും ഒരാങ്ങളെ. ഇതൊക്കെ പേര്. ഇതെന്നാ പേരാടാ ഇത്? മക്കള്. ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. 4 പെണ്ണുങ്ങള്, 1 പെണ്ണും 2 ആണും, ഭാര്യ 1, മക്കൾ 3. അങ്ങനെ ഇവനെന്താ ഒന്നും ഉണ്ടാതിരിക്കുന്നേ? എടാ അവൻ അതിന് റമ്മി കളിക്കാൻ അറിയാമോ? കഴുത കളിക്കാനല്ലേ അറിയാവുള്ളൂ. അത് വിദ്യാർത്ഥി കളിക്കേണ്ട കാര്യമില്ലല്ലോ. കഴുതയാണ്. നമുക്കൊരു കമ്പനിക്ക് ഇരിക്കാം. നിങ്ങൾ കളിച്ചോ. ഞാനിവിടെ ഒരു ചെറിയ ഗവേഷണത്തിലാ. എന്ത് ഗവേഷണം? വേണ്ട വേണ്ട വേണ്ട, അത് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കും. ഓക്കെ, ഇത് 2 പേജ് കൂടെ എനിക്ക് പഠിക്കാനുണ്ട്. പഠിച്ചു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എടാ ഇവന് ഭ്രാന്താന്ന് തോന്നണത്. ഭ്രാന്തൊന്നുമില്ല, സംഭവം നേര് തന്നെയാ. എടാ കഴിഞ്ഞ ദിവസം ഇവന് എവിടുന്നും കണ്ടൊരു താളിയോട് എന്നാന്ന് താലി പോലെ ഗന്ധം കിട്ടി. ഗന്ധം അവരെന്തോ പത്രത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞ അവരോട് അയച്ചു കൊടുത്തതാ. അതെന്തോ പുസ്തക രൂപത്തിൽ എഴുതിയേക്കുക. അതിൽ 1000 ശ്ലോകങ്ങളുണ്ട്. ഈ 1000 ശ്ലോകങ്ങൾ പഠിച്ചിട്ട് പുള്ളി ഇങ്ങ് വന്നാൽ പുള്ളി അദർശനായി. ആദർശനായി എന്നാണ് പുള്ളി പറയുന്നത്. മാഞ്ഞുപോയി. നമുക്കൊരു കളി കളിച്ചാലോ? എന്നാ ഇപ്പൊ 1000 ശ്ലോകങ്ങൾ എഴുതിയിട്ട് ഇപ്പൊ വരും. നമുക്ക് ഇവനെ കണ്ടില്ലെന്നും പറഞ്ഞൊന്ന് അഭിനയിച്ചാലോ? നമുക്ക് അഭിനയിക്കണം. ഇവൻ അദർശനാണ് അഭിനയിക്കണം. അവൻ വരുമ്പോ അവൻ അദൃശ്യനായെന്ന് അവന് തോന്നത്തക്ക രീതിയിൽ നമുക്ക് അഭിനയിക്കുന്നു. പുസ്തകത്തിൽ പറഞ്ഞ പോലുള്ള മന്ത്രം 1000 തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ അദൃശ്യനായില്ലേ? ഇനി എനിക്ക് തോന്നാത്തതാണോ? ഏതായാലും ഉമ്മാരെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അഭിനയിച്ചു. ഞാൻ ഇറക്കാം. ജോക്കർ ഇല്ലാത്തോണ്ട് നീ പോയ. ഓക്കെ, അതാണ് ഇറക്കേണ്ടത്. അതാണ് നീയല്ലേ കളിക്കുന്നത്. ഞാനൊന്നുമല്ല, നീയാടാ. അപ്പൊ ഇതങ്ങോട്ട് മടങ്ങി പിന്നെ എടുത്ത് അടിപൊളി. അയ്യോ, പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ അദൃശ്യനായി കഴിഞ്ഞു. അല്ല, അദൃശ്യനായ എനിക്കെന്തിനാ ഈ ഡ്രസ്? ഊരിക്കളയാം. ഇനി ഞാനൊന്ന് എൻജോയ് ചെയ്യും. ഇതായിട്ടെന്തിനാ എന്തൊരു വായുസഞ്ചാരം. അടിപൊളി. എന്തൊരു മോശം. സുരേന്ദ്രൻ. ഞാനാ. ഒരു കൊറിയർ ഇവിടെ നോക്കി. നാണ ഇല്ലടോ തുണിയില്ലാ നിക്കാൻ. ഭ്രാന്താ നിനക്ക്? വൃത്തികെട്ടവൻ. പോയി മുണ്ടെടുക്കടാ.